എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് ഒരായിരം നന്ദി പറയുവാണ്. കാരണം ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ലൈവിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ മാതാവിനോട് നന്ദി പറയുവാണ്. മാതാവ് വെളിപ്പെടുത്തിയ 2 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ലൈവിൽ പങ്കുചേരുക. ലൈവിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. കാരണം മാതാവിനോട് നേരിട്ടാണ് ലൈവിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തും. തീർച്ചയായിട്ടും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറുവാനായിട്ട് മാതാവിൻ്റെ ഇടപെടൽ നടത്തും. ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് ലൈവിലൂടെ നടത്തുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാതാവിനോട് ഒരുപാട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ വീഡിയോയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവിൽ പങ്കെടുക്കുന്നവർ അതിഭക്തിയോട് കൂടെ തന്നെ ലൈവിൽ പങ്കുചേരുക. കാരണം മാതാവിനോട് നേരിട്ടാണ് കാര്യങ്ങൾ സമർപ്പിക്കുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട് ലൈവിൽ നിങ്ങൾ നേരിട്ടാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഭക്തിയോട് കൂടെ തന്നെ നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുക. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ വെളിപ്പെട്ട് ലഭിക്കുന്ന പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ലൈവിൽ സമർപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥന വീഡിയോയ്ക്ക് നിങ്ങൾ സമർപ്പിക്കുക. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നടക്കുന്നിടം വരെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ലൈവിൽ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ലൈവിൽ പങ്കുചേരുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കുചേരുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നതായിരിക്കും, ഉറപ്പ് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥനകളിൽ പങ്കുചേരുക. എല്ലാ ദിവസവും ലൈവിലും പങ്കുചേരുക. അതുപോലെ തന്നെ മാതാവ് വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ്, എല്ലാ ദിവസവും നിങ്ങൾ ലൈവിൽ പങ്കുചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദീർഘായുസ്സ് ഉണ്ടാകുകയും സന്തോഷത്തോടെയും സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. മാതാവ് വെളിപ്പെടുത്തി തന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ലൈവിലും നിങ്ങൾ പങ്കുചേരുക. ഒരു ലൈവ് പോലും നിങ്ങൾ മുടക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു വെളിപ്പെട്ട് തന്ന പ്രാർത്ഥനയാണ്. മാതാവ് വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക. അതുപോലെ തന്നെ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കുചേരുക. നിങ്ങളുടെ പ്രാർത്ഥന അമ്മയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് പാസ്സാവാനും സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടൽ എല്ലാവരുടെ കാര്യത്തിലുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഭക്തിയോടുകൂടി തന്നെ പങ്കുചേരുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് സമർപ്പിക്കുകയും കൂടെ ചെയ്യാം. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ ഒരിക്കലും കൈവിടില്ല എന്നെനിക്കുറപ്പാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളും അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ ഇടയാക്കണമേ. അതുപോലെ തന്നെ എല്ലാവരും തന്നെ ജോയിൻ ചെയ്ത് അമ്മ വെളിപ്പെടുത്തിയ കാര്യമാണ് രൂപം പണിയുക എന്നുള്ളത്. അതിൽ പങ്കുചേരുവാനായിട്ട് ഇവരെല്ലാവരും ഇടയാക്കണമേ. അതുപോലെ തന്നെ എല്ലാ ലൈവിലും പങ്കെടുക്കുവാനും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ സാമ്പത്തിക ഉയർച്ചയോടു കൂടിയുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇവരെ ഇടയാക്കണമേ. ജീവിതകാലം മുഴുവൻ ഇവർക്ക് നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അവസരം അമ്മ ഒരുക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവ് ദീർഘായുസ് ലഭിക്കും എന്ന് അമ്മ വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ്. അമ്മ വെളിപ്പെടുത്തി ഉറപ്പ് പറഞ്ഞ കാര്യമാണ്. തീർച്ചയായിട്ടും ഇവരെല്ലാവരും തന്നെ എല്ലാ ലൈവിലും പങ്കെടുക്കുകയും ഇവരുടെ ജീവിതകാലം മുഴുവൻ അമ്മയോട് ചേർന്ന് നിൽക്കുവാനും ഇവർ തയ്യാറാവുകയും ചെയ്യും. അമ്മ മാതാവ് ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് ഒരുപാട് നന്ദി പറയുവാണ്. കാരണം അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, ഈ മക്കൾ പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഞാൻ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരുടെ ഓരോ പ്രശ്നങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഇവരെല്ലാവരും ലൈവിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പ് പറയുന്നു അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അമ്മ മാതാവേ. അവരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അമ്മേ മാതാവേ. അവരുടെ കടബാധ്യത മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ സ്വന്തമായിട്ട് വീട് വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അമ്മ മാതാവേ. അവർക്ക് വീട് വെക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവേ അവർക്ക് നടത്തി കൊടുക്കണമേ അമ്മ മാതാവേ. സ്ഥലം വാങ്ങുവാനും സ്ഥലം വിൽക്കുവാനുമായിട്ട് ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അമ്മ മാതാവേ. അവർക്ക് ആ ഒരു ആവശ്യം നടന്നു കിട്ടുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന അനേകം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അമ്മ മാതാവേ. അത്തരത്തിലുള്ള ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവരുടെ വിഷമങ്ങൾ, അവരുടെ ടെൻഷൻ,
പ്രശ്നങ്ങളും അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ സാഹചര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അവർക്ക് സന്തോഷത്തോടെ ഒരു പ്രതീക്ഷയോടുകൂടെ അമ്മയോട് ചേർന്നുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുവാനും ജോലി ലഭിക്കുവാനും അവർക്ക് നല്ല രീതിയിൽ ആ ജോലി ചെയ്യുവാനുമായിട്ടുള്ള ഇടപെടൽ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, വിദേശത്തേക്ക് അവർക്ക് പോകുവാനും വിദേശത്ത് പോയി അവിടെ സുരക്ഷിതത്തോടെ അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ അമ്മേ മാതാവേ. വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, വിദ്യാർത്ഥികൾ, എക്സാം എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരെ എല്ലാവരെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ. ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവണമേ എന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ. അമ്മ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് 1000 നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. നേഴ്സുമാരെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നേഴ്സുമാരെ അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും അമ്മ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ടീച്ചേഴ്സ്, അവരെല്ലാവരെയും തന്നെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ്, ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. രോഗാവസ്ഥയിൽ കഴിയുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ്, അവരുടെ രോഗാവസ്ഥകളൊക്കെ മാറിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ഈ പ്രാർത്ഥനയിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. ഇവരെല്ലാവരും തന്നെ ലൈവിൽ പങ്കെടുത്തുകൊണ്ട് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, നല്ലൊരു വിവാഹം നടക്കുവാനും അവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷ സമാധാനത്തോടും കൂടെയുള്ളൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. PSC എക്സാമിന് വേണ്ടിയിട്ട്, ഗവൺമെൻറ് എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ ഉണ്ടാവണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മേ മാതാവേ, കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കുടുംബത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കൊണ്ട്, പൈശാചികമായിട്ടുള്ള ഇടപെടലെല്ലാം മാറിക്കൊണ്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ട് അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഏതെങ്കിലും വ്യക്തികൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നതിന് കുടുംബത്തിലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അത്തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള ലഹരി ഉപയോഗങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് പരിശുദ്ധിയിൽ അമ്മയുടെ ഇടപെടലിലൂടെ അമ്മ നയിക്കുന്ന ഒരു കുടുംബമാക്കി മാറ്റുന്നതിനോർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അമ്മ ഇവരെല്ലാവരും അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരും ഈ ചാനലിൽ കമൻറ്റായിട്ട് ഇടുന്നവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. ഇവരെല്ലാവരും തന്നെ അമ്മ മാതാവേ ലൈവിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവ്. എല്ലാവരും അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു.